ഹേ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് കടവൂർ പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പെരുന്നാൾ നടക്കുകയാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് തൊഴുതിട്ട് പിന്നെ കടയിലേക്കാണ് കയറാൻ പോയത്. അപ്പോൾ ഇനി ഞങ്ങൾ കടയിലൊക്കെ കയറാൻ പോവാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനും പറ്റും. ഫസ്റ്റ് കയറിയത് ഈ ഒരു കടയിലാണ്. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ നിന്നൊരു പൊട്ടാണ് വാങ്ങിയത്. കല്ലിൻ്റെ പൊട്ടായിരുന്നു. നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളൊരു പൊട്ടായിരുന്നു. 10 രൂപ എങ്ങാണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ കമ്മലും വളകളും പിന്നെ ആക്സസറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പുകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനും പറ്റും. പിന്നെ അല്ലാത്ത സ്റ്റേഷനറി ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഹെയർ ബൺസും പിന്നെ സ്ക്രഞ്ചീസും അങ്ങനത്തെ ഇഷ്ടംപോലെ കളറിലൊക്കെ വരുന്ന സ്ക്രഞ്ചീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ വരുന്നത് ചെയിൻസാണ്. നെക്ലസ്, ചെയിൻസ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ മുത്തുമാല അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് മേക്കപ്പിൻ്റെ ഉള്ള ഐറ്റംസും ഒക്കെ കിട്ടുന്നുണ്ട്. മെഹന്തി പിന്നെ ബൺസ്, ക്ലിപ്സ് ഇവിടെ ഉണ്ട്. നല്ല ട്രഡീഷണലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ ക്ലിപ്സൊക്കെ ഉണ്ട്. പിന്നെ നെയിൽ പോളിഷ് ഇഷ്ടം പോലെ കളറിലും ഉണ്ട്. ലിപ് ലൈനേഴ്സും ഐലൈനേഴ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ലിപ്സ്റ്റിക്കും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റഡും അല്ലാത്ത കമ്മലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല സ്റ്റഡുകളും പിന്നെ കമ്മലുമാണ്. ഞാൻ റിങ്ങിൻ്റെ കമ്മലാണ് നോക്കി വന്നത്, പക്ഷെ അതിവിടെ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ മേടിച്ചില്ല. പിന്നെ ഇവിടെ ജിമിക്കാസും അല്ലാത്ത കമ്മലുകളും ഇഷ്ടംപോലെ കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഞങ്ങൾ നെക്സ്റ്റ് കടയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഏതെടുത്താലും 20 രൂപയാണ്. കപ്പുകൾ, സ്പൂൺസ് പിന്നെ ബൗൾസ്, ബാസ്ക്കറ്റ്സ് അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത സ്റ്റേഷനറി ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നെക്സ്റ്റ് പോയത് ഈ ഒരു കമ്മൽ കടയിലേക്കാണ്. ഇഷ്ടംപോലെ കമ്മൽ കണ്ടുകൊണ്ട് കയറിയതാണ്. ഒരുപാട് കമ്മലും റിങ്സും പിന്നെ നെക്ലസ്സുകളും ഒക്കെ ഉണ്ട്. നല്ല കളക്ഷൻസൊക്കെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ആയിരുന്നു. കൂടുതലും ഇവിടെ ഇയറിങ്സിൻ്റെ ഒക്കെ കളക്ഷൻസ് ആയിരുന്നു. പിന്നെ അല്ലാത്ത ചെയിൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം സ്റ്റഡ്സും റിങ്സും അല്ലാത്ത കുറേ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം നല്ല കമ്മലുകളൊക്കെയാണ്. ഹാങ് ചെയ്തിടാൻ പറ്റിയ റിങ്സും അല്ലാത്ത ജിംകാസും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വന്ന ഈ ഒരു പാത്രക്കടയിലേക്കാണ്. ഇവിടെ കുറേ സ്റ്റീൽ പാത്രങ്ങളും സ്പൂൺസും അല്ലാത്ത ഗ്ലാസ്സുകളും ഒക്കെയാണുള്ളത്. ഇഷ്ടംപോലെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കുഞ്ഞ് ബൗൾസിനൊക്കെ 30 രൂപയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതൊക്കെ തോന്നി. പിന്നെ ഇതെല്ലാം ഗ്ലാസ്സുകളൊക്കെയാണ്. ഇഷ്ടംപോലെ ജ്യൂസ് ഗ്ലാസ് അല്ലാത്ത ചായ ഗ്ലാസ് അങ്ങനത്തെ കുറേ മഗ്ഗുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് നെക്സ്റ്റ് ഒരു ബാഗ് കടയിലേക്കായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ബാഗൊക്കെ ഉണ്ട്. ഹാൻഡ് ബാഗ്സ് അല്ലാത്ത പേഴ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷൂസും ചെരുപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അത്യാവശ്യം നല്ല വിലക്കുറവൊക്കെ ആയിട്ട് തോന്നി. പിന്നെ ഇഷ്ടംപോലെ ബാഗുണ്ട്. പക്ഷേ എൻ്റെ മെറ്റീരിയലൊക്കെ കുറച്ച് കട്ടിയായിട്ട് തോന്നി. അത്ര സോഫ്റ്റ് അല്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം തോന്നിയായിരുന്നു. പിന്നെ ഈ ഒരു ബാഗിൻ്റെ റേറ്റ് വരുന്നത് 200 റുപ്പീസാണ്. നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. പിന്നെ നെക്സ്റ്റ് ഉള്ള കേരള സ്പൈസസ് എന്ന് പറയുന്ന ഒരു കടയിലേക്കാണ്. ഇവിടെ ജാതിക്ക, കറുവപ്പട്ട, ചുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് ഇവിടെ കൂടുതലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല മസാല സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കൂടുതലും ഒറിജിനലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ജീരകവും പിന്നെ ബിരിയാണിക്കകത്തൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കുറേ ഐറ്റംസും ഉണ്ട്. പിന്നെ കറിക്കിടുന്ന വടക്കംപുളി അതൊക്കെ ഉണ്ടായിരുന്നു. നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണെന്ന്. എന്നിട്ട് ഞങ്ങളിതെല്ലാം മേടിച്ചുകൊണ്ട് അപ്പുറത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങോട്ടാണ് പോയത്. അവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ അങ്ങോട്ട് ഒരുപാട് കടകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കൂടുതലും പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് കൂടുതലും ഉള്ളത്. പിന്നെ അല്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആ ഫസ്റ്റ് കടയിൽ വരുന്നത് കൊട്ട അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. സ്പൂൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചൂല് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലാതെയും കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് ഈ തേങ്ങ പൊതിക്കുന്ന കാര്യമുണ്ടല്ലോ അതും പിന്നെ അല്ലാത്ത കുറേ ഇതൊക്കെ. പിന്നെ അപ്പുറത്തെ സൈഡിലും അല്ലാതെ ഇങ്ങനത്തെ കുറേ കടകളൊക്കെയാണുള്ളത് വീട്ടിലേക്ക് ആവശ്യമുള്ള. പിന്നെ കൂടുതലും ഇവിടെ പാത്രങ്ങളൊക്കെയാണ് കൂടുതലും ഉള്ളത്. എന്തൊക്കെ വേണമെങ്കിലും അതെല്ലാം നമുക്കിവിടെ കിട്ടും. അല്ലാത്ത ഈ കൊതുകിനെയൊക്കെ പൊതയ്ക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എനിക്കിവിടെ വെറൈറ്റി ആയിട്ട് തോന്നിയത് കൂജ എന്ന് പറയുന്നൊരു സാധനമായിരുന്നു. അത് വാട്ടർ ഫിൽറ്റർ പോലെ ആയിരുന്നു. ആക്ച്വലി അതിൽ നിന്ന് നമുക്ക് നല്ല തണുത്ത വെള്ളമാണ് അതിന് കിട്ടുന്നത്. പിന്നെ അല്ലാത്ത മൺവിളക്കുകൾ പിന്നെ കറി വയ്ക്കുന്ന ചട്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് കടകളുണ്ട്. മൺപാത്രക്കട ഇഷ്ടംപോലെ ഉണ്ട്. അപ്പുറത്ത് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കട കാണും. അതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം. പിന്നെ ഞങ്ങൾ അപ്പോഴത്തേക്കും ഒരു ചായ മേടിച്ച് കുടിച്ചായിരുന്നു. നല്ല ചായ ആയിരുന്നു. നല്ല ചൂട് ചായ ആയിരുന്നു.
പിന്നെ എന്നിട്ട് ഞങ്ങൾ അപ്പുറ സൈഡിലോട്ടൊക്കെ പോയപ്പോൾ ഇവിടെ കുറേ ഗ്ലാസ്സുകൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. ഗ്ലാസ്, മഗ്, ചായ കുടിക്കാനുള്ള കപ്പുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അല്ലാത്ത സ്റ്റീൽ പാത്രങ്ങൾ, പിന്നെ അല്ലാത്ത പ്ലേറ്റുകൾ, അല്ലാത്ത ഒരുപാട് ഗ്ലാസ് പ്ലേറ്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു, നല്ല പ്ലേറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം. പിന്നെ അപ്പുറ സൈഡിലോട്ട് പോയപ്പോൾ ഒരു കമ്മൽ കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കമ്മൽ നോക്കി. അങ്ങനെ ഒരുപാട് നല്ല കമ്മൽ കളക്ഷൻസൊക്കെ ഉണ്ട്. ജിംകാസ് ആയാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ ഒരു റിങ്ങായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഈ ഒരു കടയിലേക്കാണ്. ഇവിടെ ഇഷ്ടംപോലെ ഇരുമ്പിൻ്റെ പാത്രങ്ങളാണ് കിട്ടുന്നത്. ഒരുപാട് പാനുകൾ, പിന്നെ അല്ലാത്ത കുറേ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ കടായി ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ എന്നിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഇവിടെ കുറേ പിച്ചാത്തികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി നോക്കിയതാണ്. നല്ല അത്യാവശ്യം മൂർച്ചയൊക്കെ ഉള്ള പിച്ചാത്തികളാണ്, നല്ല വെറൈറ്റിയിലൊക്കെ വരുന്നത്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് പോയത് ഈ ഒരു പാത്രക്കടയിലാണ്. ഇഷ്ടംപോലെ പാത്രക്കടയൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇപ്പോൾ സ്റ്റീലിൻ്റെയൊക്കെ കുഞ്ഞ് ബൗൾസിനൊക്കെ ആണെങ്കിൽ 30 രൂപ 40 രൂപ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അതുകൊണ്ട് നല്ല ലാഭമായിട്ടൊക്കെ തോന്നി. പിന്നെ അത് മാത്രമല്ല സ്പൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്ലാസ്സുകൾ, കപ്പുകൾ, പിന്നെ ലൈറ്റേഴ്സ്, പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പുട്ട് പുഴുങ്ങുന്ന കുറ്റിയൊക്കെ ഉണ്ട്. പിന്നാണെങ്കിൽ നല്ല ചൂടുമായിരുന്നു. വൈകിട്ടൊക്കെയാണ് ഇറങ്ങിയത്, പക്ഷെ നല്ല ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഒരു അപ്പുറത്തെ സൈഡിലേക്കാണ്. അവിടെ ഇഷ്ടംപോലെ സ്നാക്സിൻ്റെ കട ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഒരുപാട് മിച്ചർ, മധുരപലഹാരങ്ങൾ, ലഡു, പോപ്കോൺ, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോളൂ. എന്നിട്ട് ഞങ്ങൾ പോയത് ഐസ്ക്രീം മേളയിലേക്കാണ്. അവിടെ 69 ഫ്ലേവേഴ്സോളം ഉണ്ടായിരുന്നു. നല്ല ബ്ലാക്ക് കറൻറ്റിൻ്റെ ഫ്ലേവറായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ കടല കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ കടലയും പിന്നെ പാനിപൂരി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെറ്റ്. അത്യാവശ്യം നല്ല മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ സോസൊക്കെ ഒഴിച്ചാണ് ഞാൻ മേടിച്ചത്. എന്നിട്ട് ഞങ്ങളിത് മേടിച്ചുകൊണ്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കടല. പിന്നെ അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ പാനിപൂരിയും കൊള്ളായിരുന്നു. പിന്നെ വൈകിട്ടൊക്കെ ആവും ഈ ഷോപ്പൊക്കെ ഒന്ന് ഓപ്പൺ ആവും. 4 മണി 5 മണിയൊക്കെ ആവും. എന്നിട്ട് ഞങ്ങൾ കുലുക്കി സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടുന്ന് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അടിച്ചു പൊട്ടിക്കുന്ന സൗണ്ടായിരുന്നു കുലുക്കി സർബത്തിൻ്റെ. പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ, സീ യു.